ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, വെടിനിർത്തൽ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു എത്രയോ ദിവസങ്ങളായി എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യം. അത് ഉണ്ടായി. അപ്പോൾ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. നോക്കൂ, ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നതിന് ശേഷം മിലിറ്ററി പലതവണ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, പ്രതിരോധ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്, വിദേശ സെക്രട്ടറി അടക്കം. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളാണ്. അത്തരം ഉത്തരങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല. അവിടെയാണ് ട്രംപിന്റെ അവകാശവാദം അടക്കം വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ സ്വാഭാവികമായ പോക്കിനെയും വിഘാതം സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടായോ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമറിയാൻ ഈ രാജ്യത്തിന് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഈ രാജ്യം ആ ചോദ്യം ഇപ്പോ പതുക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ വെടിനിർത്തലിലേക്ക് എത്തിയതിൽ പല കാരണങ്ങളുണ്ട്. ഇവിടെ മോഹനപിള്ള സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒറ്റപ്പെടുകയാണ്. രണ്ടാമത്തെ പ്രശ്നം പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നമാണ്, ബലൂചി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. മൂന്നാമതായി വരുന്ന പ്രശ്നം ദക്ഷിണേഷ്യയിൽ ഒരു ആണവ സംഘർഷം ഉണ്ടാകുന്നത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തികൾക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പൊതു പശ്ചാത്തലത്തിലാണ് ഇപ്പോ ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് സംബന്ധമായി ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അതിനെ തുടർന്നാണ് വെടിനിർത്തൽ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മാർക്കോ റൂബിയെ പോലെയുള്ള അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന JD വാസയെ പോലുള്ള ആളുകൾ 48 മണിക്കൂർ നീണ്ടുനിന്ന കൂടിയാലോചന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവായിരിക്കുന്ന മിസ്റ്റർ അജിത് ഡോവലും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ത് സമ്മർദ്ദമാണ് പാകിസ്ഥാന് മേൽ ഈ വെടിനിർത്തലിൽ ഉണ്ടായത്? ഇന്ത്യ ഈ വെടിനിർത്തലിലേക്ക് എത്തുന്നതിൽ അമേരിക്കയുടെ ഇടപെടൽ ഇപ്പോൾ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് നിഷേധിച്ചു, അത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഏത് അർത്ഥത്തിലാണ് ട്രംപ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം രാജ്യത്തിന് അറിയേണ്ടതാണ്. കാരണം കാശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് ചിരകാലമായ നമ്മുടെ നിലപാട്. എന്നാൽ ട്രംപ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞത് ചിരകാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും. ട്രംപ് 2017 അധികാരത്തിൽ വന്ന ഉടനെ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഇടപെടാമെന്നും. എന്താണ് പ്രശ്നം? കാശ്മീരിന്റെ പ്രശ്നങ്ങളുടെ, കാശ്മീർ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ കൂടെ കാശ്മീർ നിൽക്കരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു അന്ന് ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഷ്തൂൺ ഗോത്ര മിലിറ്റന്റുകളെ നയിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ കേണലാണ്, റസൽ ഹൈറ്റ് ആണ് ഇന്ത്യയിലേക്ക് വന്നത്. അവർ അന്ന് കൈയടക്കിയ കാശ്മീരിന്റെ പ്രദേശങ്ങളാണ് ഇന്നത്തെ POK. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അമേരിക്ക ഇപ്പോഴും എന്താണ്, കാശ്മീർ പ്രശ്നത്തിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഇന്റഗ്രേഷനെ, ഇന്ത്യൻ യൂണിയന്റെ സംയോജനത്തെ എല്ലാ കാലത്തും എതിർത്തു വന്ന ഒരു പാരമ്പര്യം അമേരിക്കക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. അമേരിക്ക ശീതയുദ്ധകാലത്ത് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ ബാൾക്കനൈസ് ചെയ്യുന്ന ഒരു പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതി എന്താണ്? വൻശക്തികൾക്കെതിരായിട്ട് ചേരിചേരാ പ്രസ്ഥാനമൊക്കെ രൂപം കൊള്ളുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലം സോവിയറ്റ് യൂണിയന്റെ വൻ മുൻകൈ. ഇപ്പോ 70കളുടെ സാഹചര്യമായിട്ട് ഇന്നത്തെ കാശ്മീരിന്റെയോ പാകിസ്ഥാന്റെയോ പ്രശ്നങ്ങളെ നമുക്ക് എന്താണ് ലളിതമായ രീതിയിൽ താരതമ്യം ചെയ്തു പോകാൻ പറ്റില്ല. 70കളിൽ സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ മോഹനപിള്ള സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ലിബറേഷൻ ഉണ്ടായത്? അത് ഇന്ത്യൻ ഇടപെടലിന്റെ മാത്രമല്ല, ബംഗ്ലാ സ്വത്വത്തെ, ബംഗ്ലാ സംസ്കാരത്തെ, ബംഗ്ലാ ജനതയുടെ സംസ്കാരത്തെ അതിഭീകരമായി നിഷേധിക്കുന്ന, അതിനെ അടിച്ചമർത്തുന്ന ഒന്നായിരുന്നു ഇസ്ലാമാബാദിനുണ്ടായിരുന്നത്. അതിനോട് അതിശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നു. ഇസ്ലാമാബാദ് പാകിസ്ഥാൻ എന്താണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരെ അവിടെ ഇറക്കുമതി ചെയ്തില്ലേ? അവിടെ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ എന്താണ്, ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തെ തകർക്കാനുള്ള എന്തെല്ലാം നീക്കങ്ങൾ നടത്തി, എത്ര ഭീകര പ്രവർത്തനങ്ങൾ നടത്തി. ആ ഭീകര പ്രവർത്തനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടല്ലേ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അത് ഇന്ത്യ അയൽരാജ്യം എന്ന നിലക്ക്, അന്നത്തെ സോവിയറ്റ് ശാക്തിക ചേരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ശക്തമായ പിന്തുണ കൊടുത്തു. ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ലിബറേഷൻ നടന്നു. ഇന്ന് സാഹചര്യങ്ങൾ വേറെയാണ്. ആ സാഹചര്യത്തില് ബലൂചിസ്ഥാൻ ഒരുപക്ഷെ പാകിസ്ഥാനിന് വിട്ടുപോകുന്നത് സെപ്പറേറ്റ് ഒരു രാഷ്ട്രമാകുന്നത് പോലും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം ഈ ദക്ഷിണേഷ്യൻ മേഖലയിൽ അമേരിക്കക്ക് വിശ്വസിക്കാവുന്ന
അമേരിക്കക്ക് നിർണ്ണയിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്, ഒരു ഭരണകൂട സംവിധാനമാണ് പാകിസ്ഥാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ ISI ആവട്ടെ, അവരുടെ മിലിറ്ററി സംവിധാനമാകട്ടെ, ഇതെല്ലാം പാകിസ്ഥാൻ ഭരണകൂടത്തെക്കാൾ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും CIAക്കുമാണ്. എത്രയോ കാലമായി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെന്റ് വന്നപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ താവളമാക്കിക്കൊണ്ടാണല്ലോ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മുജാഹിദിൻ മിലിറ്ററി ഉണ്ടാക്കുന്ന, ആ രീതിയിൽ മതതീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന മതപാഠശാലകൾ, മദ്രസകൾ എന്ന പേരിൽ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ പാകിസ്ഥാനിൽ തുടങ്ങിയത് ആരായിരുന്നു അതിന്റെ പിറകില്? അമേരിക്കയായിരുന്നല്ലോ. റീഗന്റെ ഭരണകാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ. 60,000 കോടി ഡോളറാണ് അന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ദൗത്യത്തിന് വേണ്ടി പാകിസ്ഥാനിലെ മദ്രസകളിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത്. ഇതെല്ലാം നമുക്കറിയാവുന്ന വളരെ സമകാലീനമായ അനുഭവങ്ങളാണ്. അപ്പൊ ഈ സങ്കീർണമായ ഈ അമേരിക്കയുടെ താല്പര്യങ്ങളൊക്കെയായി ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ട്രംപ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തിയത്? വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ഇവിടെ അഷിത ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വിനോദസഞ്ചാരികളായ നിരപരാധികളായ മനുഷ്യരെ അതിർത്തി കടന്നു വന്ന് ലഷ്കർ തൊയ്ബയുടെ ഒരു റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണല്ലോ ഈ കൂട്ടക്കൊല നടത്തിയത്. 26 പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. ഈ 26 പേരുടെ ജീവന് പകരം ചോദിക്കണം. അതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനാവശ്യമായ ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അല്ലാതെ പാകിസ്ഥാനിലെ സിവിലിയന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു യുദ്ധം നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, ഇതിന് ഉത്തരവാദികളായ പാകിസ്ഥാൻ ഭരണകൂടത്തെ, ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ കൊണ്ട് കൃത്യമായിട്ട് എന്താണ് ഈ പഹൽഗാമിൽ ഈ കൂട്ടക്കൊല നടത്തിയ കുറ്റവാളികളെ, അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ലഷ്കർ ഈ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനെയും ഒക്കെ തന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു വരുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ കൊണ്ട് ഇതിന് ഉത്തരം പറയിപ്പിക്കണം. ആ രീതിയിലുള്ള വലിയ സമ്മർദ്ദം ഉണ്ടാകണം. അത് സൈനിക നടപടിക്കപ്പുറത്ത് നയതന്ത്രപരമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇടതുപക്ഷ പാർട്ടികളൊക്കെ വളരെ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടത്. തീർച്ചയായും